ഹായ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോർച്യൂണിൽ നിന്ന് കിട്ടുന്ന ബുക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതിന് ശേഷം പോയി കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ എന്തൊക്കെ എക്സ്ട്രാ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ബുക്സ് ഞാൻ വാങ്ങാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഞാൻ എന്തൊക്കെ വെച്ചാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഐ എം വിനായക്, ദിസ് UPSC Vault, and let's get started. Before I show you the materials, എൻ്റെ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കഥ ഞാൻ പറയാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഡിസൈഡ് ചെയ്തത്, ഓൾമോസ്റ്റ് സെക്കൻഡ് ഇയർ. ആൻഡ് അതിനുശേഷം ആ ഒരു സമയത്ത് നമുക്ക് പഠിക്കണം എന്നുള്ളൊരിത് വരുവാണെങ്കിൽ പോലും നമുക്ക് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. സ്റ്റാൻഡേർഡ് ബുക്സ് ഇപ്പോഴേ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്ക് അത് പഴയതാകുമല്ലോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് നമ്മൾ ആ സമയത്ത് വാങ്ങിയില്ല. ആൻഡ് NCERT 1-2 ബുക്കുകൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കരിക്കുലത്തെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് അത് നോക്കുന്നുണ്ട്. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് മേക്ക് മീ ഫീൽ ഇനഫ്. ഇത് മതിയല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് കോൺസ്റ്റന്റ്ലി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ്ലി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് വെരി റാൻഡംലി ആണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ഫിസിക്സ് വാല അല്ലെങ്കിൽ ഓൺലി IASന്റെ മെറ്റീരിയലാണ്. ഓൺലി IASന്റെ ഈ റിവിഷൻ സീരീസ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലാണ്. ഞാനത് എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രിന്റ് എടുത്തത്. ഇപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യ, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ആണെങ്കിൽ അങ്ങനെ, ആൻഡ് ഞാൻ കാണുന്നത് ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫി, അങ്ങനെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ഞാൻ ഇത് പ്രിന്റ് എടുത്തു. ഞാൻ കോളേജിൽ നിന്ന് തന്നെ ബൈൻഡ് ചെയ്തു. കോളേജിൽ നിന്ന് ബൈൻഡ് എടുത്ത് പ്രിന്റ് ചെയ്തത് കൊണ്ട് എനിക്ക് പൈസ കുറവായി. പക്ഷെ ഓൾമോസ്റ്റ് എന്നാൽ പോലും എല്ലാ ബുക്സിനും കൂടി, എല്ലാ പ്രിന്റ് ഔട്ട്സിനും കൂടി ഒരു 1500 അടുപ്പിച്ച് വന്നു. കാരണം അത്രത്തോളം പേജസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നൗ ഞാൻ ഈ മെറ്റീരിയൽസ് പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറയാം. സ്പെഷ്യലി ഈ സാധനം നിങ്ങൾ പലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. കണ്ടവർക്ക് അറിയാം ഇത് സ്റ്റാറ്റിക് മെറ്റീരിയൽ ആണ്, പോയിന്റ് മാത്രമായിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് റിവിഷൻ മെറ്റീരിയൽ ആണെന്നാണല്ലോ ഇവർ പറയുന്നത്. സോ ഇത് മതിയാകുമോ? സംഭവം ഈ മെറ്റീരിയൽ തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് അത് ഞാൻ ഇപ്പം ഒരു 1.5 കൊല്ലത്തെ പ്രിപ്പറേഷൻ ശേഷമാണ് ഞാനിത് കംപ്ലീറ്റ്ലി കാണുന്നത് തന്നെ, അല്ലെങ്കിൽ മൊത്തം പേജസും വായിച്ചു തീരുന്നത്. ഇതില് ഇവർ കോംപ്രിഹെൻസീവ് ഒന്നും അതല്ലാതെ റിവിഷൻ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രിലിംസിന് വേണ്ടി പ്യുവർലി ആ കാര്യങ്ങൾ മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്കാണിത്, അല്ലെങ്കിൽ മെറ്റീരിയൽ ആണിത്, PDF ആണിത്. ഈ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ റിസോഴ്സ് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അല്ലാതെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയാനുള്ളത് ഒന്ന് ഈ ഒരു മോഡേൺ ഇന്ത്യ ഹിസ്റ്ററി ഓഫ് ഈ സ്പെക്ട്രത്തിന്റെ ഈ ഒരു ബുക്കാണ്. ഈ ബുക്കിൽ കഥകൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അതല്ലാതെ കാര്യങ്ങൾ പഠിക്കാൻ സ്റ്റിൽ ഞാൻ എൻ്റെ ഈ ഓൺലി IASന്റെ ബുക്കാണ്. അതല്ലാതെ മാപ്പുകളൊക്കെ കണ്ടറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അറ്റ്ലസും വാങ്ങി. ഈ ഒരു അറ്റ്ലസും കൂടി ഞാൻ യൂസ് ചെയ്തു. അതല്ലാതെ പിന്നെ ഫൈനലി പൊളിറ്റി വൃത്തിക്ക് അറിയണം, പൊളിറ്റിക്ക് വേറെ ഒന്നും കോംപ്രമൈസ് പാടില്ല എന്ന് എല്ലാ മെന്റേഴ്സും ഇവരും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ലക്ഷ്മികാന്ത് കൂടി വാങ്ങി. ഇങ്ങനെ മേജറായിട്ട് 3 സ്റ്റാൻഡേർഡ് ബുക്സ് അല്ലെങ്കിൽ 3 ഇത് മാത്രമേ ഞാൻ വേറെ വാങ്ങിയിട്ടുള്ളൂ. അതല്ലാതെ ഫോർച്യൂൺ മെറ്റീരിയലും പിന്നെ എൻ്റെ ഓൺലി IASന്റെ മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണോ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന റിസോഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. സംഭവം നിങ്ങൾ ഏതൊരു റിസോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇതിൽ ഇൻഫോർമേഷൻസ് ഒക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം ഇൻഫോർമേഷൻ എല്ലാത്തിലും സെയിം ആണ്, സിമിലർ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് യൂസ് ചെയ്യണം, ഏത് ഇതാക്കണം എന്നുള്ളത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം. സോ പക്ഷെ അത് വാങ്ങാതെ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ചിലപ്പോൾ PDF നോക്കുന്നത് പോലെയല്ല ബുക്ക് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ സ്പെക്ട്രത്തിന്റെ ഈ PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ വളരെ ക്ലസ്റ്റഡ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും പേജസിലൂടെ കഥ പോലെ നമുക്ക് പ്രിന്റഡ് ബുക്കിൽ കാണുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വേറെയാണ്. സോ ഒരു ചാൻസ് എടുക്കണം. പക്ഷേ അഗൈൻ നമ്മുടെ പ്രിപ്പറേഷന്റെ ഭാഗമാണ്. പ്രിപ്പറേഷന് വേണ്ടി കുറച്ച് എക്സ്പെൻസ്, കുറച്ച് റിസ്ക് എടുത്തിട്ട് 1 മാസത്തിനുള്ളിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. 1 മാസം നിങ്ങൾക്ക് തന്നെ കൊടുക്കണം ഏത് റിസോഴ്സ് തിരഞ്ഞെടുക്കണം, ഇത് എനിക്ക് ആപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് അങ്ങനെ റിസോഴ്സ് തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ അതിൽ നിന്ന് മാറരുതെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും മാറരുത്. കാരണം എനിക്ക് ഫോർച്യൂൺ ഈ ബുക്സ് ഒക്കെ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ കിട്ടിയതിന് ശേഷം പോലും ഞാൻ ഫോർച്യൂണിനെ എൻ്റെ ഈ ഓൺലി IASന്റെ PDFന്റെ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഞാൻ ഫോർച്യൂണിന്റെ ക്ലാസ്സസും അതുപോലെ തന്നെ ഈ ബുക്സും മെറ്റീരിയൽസും വെച്ചിട്ടാണ് പഠിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ പ്രിലിംസിന് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മെയിൻസിന്റെ പ്രിപ്പറേഷൻ എൻ്റെ സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. എൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ ഈ പറഞ്ഞ പോലെ എസ്സേയും വേറെ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ അത് നിങ്ങളുടെ ഫാക്കൽറ്റിനോട് സംസാരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ട് വരുന്ന ബുക്കുകൾ.
സോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ബുക്കുകളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആൻഡ് ഇഫ് യു ലൈക്ക് ടു ചെക്ക് ഔട്ട് യു ഷുഡ് ഗോ ആൻഡ് ബൈ. ആൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. ഇറ്റ്സ് ഓൾറെഡി ഓൾ അപ് ടു യു. നിങ്ങൾ ഇനി ഏതൊരു വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ എക്കോണമിക്കും വേറെ സബ്ജക്റ്റിനൊക്കെ ബുക്ക് വാങ്ങാൻ വേണ്ടി പറയും. പക്ഷെ അത് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഈ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവരോട് ചോദിച്ചിട്ട്, കാരണം ആ ഫാക്കൽറ്റിനോട് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് തീരുമാനിച്ച് വാങ്ങിയാൽ മതി. സ്വന്തം പഠിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ബുക്കുകൾ, ഈ പറഞ്ഞ പ്രിന്റ് ഔട്ട് എടുക്കുക. അതല്ല നിങ്ങൾക്ക് തീരെ ഒന്നും അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ NCERT സ്റ്റാർട്ട് ചെയ്യുക. NCERT കംപ്ലീറ്റ് NCERTൻ്റെയും ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, സോ എല്ലാം കൂടി ഒതുക്കി പറയുകയാണെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാകും. പക്ഷെ അത് കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് സ്വന്തം പഠിക്കണം എന്നാണെങ്കിൽ ഒന്നെങ്കിൽ ഈ പ്രിന്റ് ഔട്ട്സ് ചൂസ് ചെയ്യാം, ഓൺലി IASന്റെ ബുക്കിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ 1-2 ബുക്കുകൾ മാത്രം വാങ്ങുക. നിങ്ങൾക്ക് തീരെ ബേസിക് തുടങ്ങണം, തീരെ ബേസിക് ഒന്നും അറിയില്ലെങ്കിൽ NCERT കൂടി വാങ്ങുക. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് റിസോഴ്സസ് ആയിട്ട് വേണ്ടത്. ആൻഡ് അതിൽ കൂടുതൽ മെയിൻസിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടത് നിങ്ങൾ വേറെ തന്നെ നോക്കിയിട്ട് എന്തൊക്കെയാണ് സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം തീരുമാനിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. And that's a whole another video. So I'm going to end this. I am Vinayak. This is UPSC Vault. Don't forget to like, share, comment and subscribe and all that. Stay hydrated and always remember you got this, and continue your preparation. If you are a new aspirant, keep on aspiring because dreams come true when you keep on dreaming on it. It does not make sense, but yeah. Then see you. Bye bye.